UK-യിൽ നിന്ന് മാധ്യമപ്രവർത്തകൻ കൂടിയായിട്ടുള്ള സുരേഷ് ഉണ്ട്, മണമ്പൂർ സുരേഷ്. ശ്രീ സുരേഷ്, എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് അവിടെ ഇപ്പോൾ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ബ്രിട്ടനില് പ്രതിസന്ധി റെക്കോർഡ് ഭേദിച്ച ചൂടാണ് ഇപ്പോഴിവിടെ ബ്രിട്ടനിലുള്ളത്. 40-നോട് അടുക്കുന്നു. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ചൂടിന് വേണ്ടി തയ്യാറെടുത്തിട്ടുള്ള രാജ്യമല്ല, തണുപ്പിന് വേണ്ടി. തണുപ്പ് ഇപ്പൊ മഞ്ഞൊക്കെ മൂടിക്കിടന്ന ഒരു രാജ്യം. പണ്ടത്തെ കാര്യമാണ്. ഇപ്പോഴും മഞ്ഞും അത് കുറവാണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനം അത്രയും മാറ്റങ്ങളാണ് യൂറോപ്പിൽ മൊത്തം വരുത്തിയിരിക്കുന്നത്. അപ്പൊ അതില് ഇപ്പൊ ഇവിടെ യൂറോപ്പിൽ നോക്കുമ്പോൾ WHO കണക്കനുസരിച്ച് 1300-ലധികം പേർ ഇതിനകം മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ ആ കാലാവസ്ഥ, പക്ഷെ ഇപ്പോൾ നമ്മൾ ജൂൺ വരെ എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ യൂറോപ്പിലെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ജൂലൈ ഓഗസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സമയം. അപ്പോഴേ അതുവരെയുള്ള അതിന്റെ ഒരു പ്രവചനം ശരിക്കും വന്നിട്ടില്ല. അപ്പൊ അപ്പോഴും എവിടെ എത്തും എന്നുള്ളത് ഒരു ഭയാനകമായിട്ടുള്ള ഒരു ചിന്തയാണ്. ഇത് പ്രത്യേകിച്ച് ഇതിന്റെ ഒരു പ്രശ്നം ചൂടുകാലമാകുന്നതേ ഉള്ളൂ അല്ലേ? അതായി വരുന്നതേ ഉള്ളൂ. ശരിക്കും ഇപ്പൊ ജൂൺ ഇതിന്റെ തുടക്കം മാത്രമാണ്. ഇപ്പൊ ഇനി ജൂലൈ ഓഗസ്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്താവും എന്നുള്ളത് ഒരു ഭയാനകമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇവിടുന്ന് ശരി സാർ, ഞാൻ അവിടെ ഒരു സംശയം ചോദിക്കുന്നത്, ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഈ കാലാവസ്ഥയിലടക്കം ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഈ ചൂട് തണുപ്പ് കാലങ്ങളുടെയും അല്ലെങ്കിൽ മഴയുടെയും ഒക്കെ ലഭ്യതയിൽ അത് സ്വാഭാവികമായും ഒരു ആഗോള തലത്തിലും അങ്ങനെ സംഭവിക്കാമല്ലോ. ഇതൊരു സംശയമാണ്. ഒരു പക്ഷേ ഇനി ചൂട് കൂടിയതിന് ശേഷം പിന്നീട് അതിൽ നിന്ന് മാറ്റമുണ്ടാകുന്ന അങ്ങനെയുള്ള ഒരു കാലാവസ്ഥ വ്യതിയാന സ്വഭാവം അവിടെ അനുഭവപ്പെടുന്നുണ്ടോ? ഈ കാലാവസ്ഥ ശരിക്കും തീർച്ചയായിട്ടും ഇതൊരു മനുഷ്യ നിർമ്മിതമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോ ഇപ്പൊ ആഗോള താപനം കൂടുന്നത് തടയാനായിട്ട് ഗവൺമെന്റുകളൊന്നും നടപടികൾ സ്വീകരിക്കുന്നില്ല. അത് ശരിക്കും എടുക്കേണ്ട ആളുകൾ ആ തീരുമാനങ്ങളിലേക്ക് കുറച്ച് ചെയ്യും. പിന്നെ ഈ കാറുകളൊക്കെ ഇലക്ട്രിക്കലാക്കി വരുന്നു, അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ റിന്യൂവബിൾ എനർജി, ഇപ്പോ സോളാർ പാനൽ പോലെയുള്ള സംഗതികളൊക്കെ വേണ്ട രീതിക്ക് കുറച്ചങ്ങ് തുടങ്ങി വയ്ക്കും, വീണ്ടും നിൽക്കും അങ്ങനെ. പക്ഷെ വേണ്ട രീതിക്ക് പല രാജ്യങ്ങളിലും നടക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? പല രാജ്യങ്ങളിലും വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സ്കൂളുകൾക്ക് അവധി, തൊഴിലിടങ്ങളിൽ നിയന്ത്രണം, അങ്ങനെയുള്ള നിയന്ത്രണങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒരു പ്രത്യേക ടെമ്പറേച്ചറിന് മുകളിലാണെങ്കിൽ ജോലി നിർത്തും. കാരണം അത് അത്രയും ചൂടാകുമ്പോഴത്തേക്ക് പിന്നെ ജോലി ചെയ്യാൻ അനുവദിക്കത്തില്ല. അപ്പോ അത് നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ റെയിൽവേ പല സ്ഥലത്തും വർക്ക് ചെയ്യില്ല. കാരണം ഇപ്പൊ റൂട്ട്, ഇപ്പൊ ട്രെയിനിന്റെ യാത്രക്ക് ഈ റൂട്ട് മാറ്റുന്ന പോയിന്റ് എന്ന് പറയുന്ന സംഗതി അത് മാറ്റാനൊന്നും കഴിയില്ല. കാരണം ഈ അത്രയ്ക്കും ചൂട് കൊണ്ട് ഇത് വികസിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ട്രെയിൻ കഴിയുന്നത്ര യാത്ര ഒഴിവാക്കുക. അപ്പൊ ശരിക്കും ട്രെയിനുകൾ യാത്ര അത് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആയിരക്കണക്കിന് സ്കൂളുകൾ അവധി കൊടുക്കുകയാണ്. കാരണം പല സ്കൂളുകളിലും, ബ്രിട്ടനിലാണെങ്കിൽ പല സ്കൂളുകളിലും ഈ കുട്ടികൾക്ക് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള എയർ കണ്ടീഷൻ ഇല്ല. കാരണം എയർ കണ്ടീഷനൊക്കെ ഇവിടെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പൊ സാധാരണ ഒരു വീട്ടില് മിക്കവാറും എയർ കണ്ടീഷൻ കാണില്ല. അപ്പൊ അങ്ങനെയുള്ള വന്നിട്ടില്ല. അതേസമയത്ത് ഇപ്പൊ ഞങ്ങൾ പോകുമ്പോ പല കെട്ടിടങ്ങളിലും ചുറ്റാകെ എയർ കണ്ടീഷനിങ്ങിനെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം അതൊരു പുതിയ രീതിയാണ്. കാരണം അത് അല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള നിലയ്ക്ക് വരെ എത്തുന്നുണ്ട്. 2-3 മാസത്തെ കാര്യമാണെങ്കിൽ കൂടി അങ്ങനെയാണ്. അവിടെയോ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ ചൂടുകാലത്ത് വ്യാപകമായ അസുഖങ്ങൾ, ചർമ്മരോഗങ്ങൾ, നേത്രരോഗങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ 30 ഡിഗ്രിക്ക് മുകളിൽ എന്നതൊന്നും അത്ര വലിയ ഉഷ്ണമല്ല. പക്ഷേ ഇത്തവണയൊക്കെ അങ്ങനെ വേനൽക്കാലം അതിശക്തമായിരുന്നു. അവിടെ എന്താണ് അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ സൃഷ്ടിക്കുന്നുണ്ടോ വലുതായി? തീർച്ചയായിട്ടും. ഇപ്പോ അവര് ഗവൺമെന്റ് നേരത്തെ തന്നെ ആവശ്യപ്പെടും ഈ സൂര്യതാപം ഏൽക്കുന്നത് വളരെ അപകടമാണെന്നും അത് ലോങ് ടേം ഒരു പ്രശ്നമാണ്. പിന്നെ വേറൊരു കാര്യം ഉള്ളത് ഈ ഒരു അന്തരീക്ഷത്തിലെ ഈർപ്പമാണ്. അപ്പൊ ഈ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ ശരിക്കും നമ്മളിങ്ങനെ വിയർത്ത് അങ്ങ് നമ്മുടെ ശരീരം അങ്ങ് തണുക്കുന്നതിന് പകരം ഈ ഈർപ്പം കൂടി വന്നിരുന്നിട്ട് അത് ശരിയായ രീതിക്ക്
നമ്മുടെ ശരീരത്തിൽ ആ രീതിക്കുള്ള പ്രവർത്തനം നടക്കാതെ നമ്മുടെ ശരീരം തണുക്കാതെ അവിടെയാണ് ഈ ജീവൻ ഹാനി സംഭവിക്കുന്നത്. യെസ്, എന്തായാലും വളരെയധികം നന്ദി ശ്രീ മണമ്പൂർ സുരേഷ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. അദ്ദേഹം അവിടുത്തെ ഒരു സാഹചര്യം എന്ത്, അതായത് റിയാലിറ്റി എന്ത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്. അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്നത് അവിടെയൊന്നും എയർ കണ്ടീഷനുകൾ അല്ലെങ്കിൽ AC-കളൊന്നും കാണാനുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യം വരാറില്ല. ഏറ്റവും കൂടിയ ചൂടുള്ളപ്പോൾ പോലും അവർക്ക് മറ്റു പല രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊരു കുറഞ്ഞ ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, സാഹചര്യം മാറുന്നു എന്നാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്തായാലും യൂറോപ്പ് ഒന്നാകെ ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന സാഹചര്യം ആണ് ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.